എല്ലാവർക്കും നമസ്കാരം. മോഹിനിയാട്ടത്തിൻ്റെ ശൈലീകരണത്തെക്കുറിച്ചുള്ള സോദാഹരണ പ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി ഉത്സവം 2016 സംഘടിപ്പിച്ച IKKF-നുള്ള ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. ഇത്രയും വിപുലമായ തോതിൽ മറ്റൊരു രാജ്യത്ത് ഇത്തരത്തിലൊന്ന് ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയും ആർട്ട് ഫോംസിനോടുള്ള സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒന്നിനും വേണ്ടിയല്ലാതെ കേരളത്തിനോടുള്ള സ്നേഹം, കേരളീയ കലകളോടുള്ള സ്നേഹം, ഇതൊന്നു മാത്രമാണ് ഈ സംഘാടകരെ ഇതിലേക്ക് ആകർഷിക്കുന്നതെന്നുള്ളത് വിസ്മയാവഹമാണ്. നിറഞ്ഞ സ്നേഹത്തോടെ, അഭിമാനത്തോടെ നമ്മുടെ കലകളെ ചേർത്ത് പിടിക്കുന്ന ഈ ഒരു ഗ്രൂപ്പിനെ എന്തു പറഞ്ഞാണ് അഭിനന്ദിക്കേണ്ടത് എന്നറിയില്ല. അഭിനന്ദനം എന്നുള്ള വാക്കിനേക്കാളും പ്രണാമങ്ങളാണ് കൂടുതൽ ചേരുക എന്നാണ് തോന്നുന്നത്. മനസ്സ് തൊട്ട പ്രണാമം, സ്നേഹം നിറഞ്ഞ പ്രണാമം. ഇനി വിഷയത്തിലേക്ക് കടക്കട്ടെ. മോഹിനിയാട്ടത്തിലെ എന്നല്ല, ഏത് ആർട്ട് ഫോമിലെയും ശൈലീകരണം എന്ന വാക്ക് എന്താണ് എന്നുള്ളത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ശൈലിയും ശൈലീകരണവും രണ്ടും രണ്ടാണ്. ഈ ശൈലീകരണത്തെക്കുറിച്ചുള്ള സംസാരം എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ചിലപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ചില വർക്കുകളിലേക്ക് തിരിയാനിടയുണ്ട്. അതല്ലാതെ അത് പറയുവാൻ സാധിക്കുകയില്ല. അതിനുള്ള ക്ഷമാപണം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. എന്താണ് ശൈലീകരണം? നാട്യധർമ്മിതയുടെ ഒരു ഘടകമാണ് ശൈലീകരണം. അതായത് ഏതൊരു ക്ലാസിക്കൽ ആർട്ട് ഫോമും കലാരൂപവും നാട്യധർമ്മി, ലോകധർമ്മി എന്നുള്ള രണ്ട് ധർമ്മികളിൽ അധിഷ്ഠിതമാണെന്ന് നാട്യശാസ്ത്രം വിവക്ഷിക്കുന്നു. എന്നാൽ പൂർണ്ണമായും ലോകധർമ്മിയായോ പൂർണ്ണമായും നാട്യധർമ്മിയായോ ഒന്നും ഇല്ലതാനും. നാട്യധർമ്മിത അളക്കപ്പെടുന്നത് 4 ഘടകങ്ങളിലൂടെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇത്തരത്തിൽ ചെയ്യുന്നത് ലോകധർമ്മിത. ഒട്ടും മുൻ ഒരുക്കങ്ങളോ ഇല്ലാതെ ഉള്ളിൽ നിന്ന് വന്നു ചെയ്തു, അത്ര തന്നെ. അതിൽ താളമില്ല, അതിശയോക്തിയില്ല, സൗന്ദര്യവൽക്കരണമില്ല, ശൈലീകരണവും ഇല്ല. വെറുതെ ഒരു ഭാവത്തെ വരുന്നതാണ്. ഒരു പ്രത്യേകിച്ച് ഒന്നിനുമല്ലാതെ തികച്ചും സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു ഭാവം. അത് ഇതേ ഭാവം താളത്തിലാക്കുമ്പോൾ, സൗന്ദര്യവൽക്കരിക്കപ്പെടുമ്പോൾ, അതിശയോക്തി കലർത്തി ചെയ്യുമ്പോൾ, ശൈലീകരിക്കപ്പെടുമ്പോൾ അത് നാട്യധർമ്മിതയുടെ അടുത്തെത്തുന്നു. ഇതേ ഭാവത്തെ ഞാൻ നാട്യധർമ്മിതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം.
ഇത്തരത്തിൽ സൗന്ദര്യവൽക്കരിക്കപ്പെട്ട, താളത്തിൽ ചിട്ടപ്പെടുത്തപ്പെട്ട ചില പ്രത്യേക ശരീരചലനങ്ങളിൽ പിടിച്ചു നിർത്തപ്പെട്ട ഈ രീതിയിലുള്ള അഭിനയങ്ങൾക്കാണ് നാട്യധർമ്മിത എന്ന് പറയുന്നത്. അത് ഓരോ നാട്യത്തിനും അനുസരിച്ച് ഈ ധർമ്മിയിൽ വ്യത്യാസം വരും. എന്ന് പറഞ്ഞാൽ കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത് എന്നുള്ളതിൽ ചെയ്യുന്നത് പോലെ ഉള്ള നാട്യധർമ്മിതയല്ല കഥകളിയിൽ. കഥകളി എന്ന നാട്യത്തോട് ഉള്ള ധർമ്മമല്ല മോഹിനിയാട്ടത്തിൽ എന്ന കലാരൂപത്തോടുള്ള നാട്യധർമ്മി. ഇതിലെല്ലാം ഈ ലോകധർമ്മിതയുടെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇത്തരത്തിൽ ഈ 4 ഘടകങ്ങളുടെയും പൂർണ്ണ സമന്വയം, പൂർണ്ണമായ രീതിയിലുള്ള ഒരു സമന്വയമുള്ള കലാരൂപമാണ് കഥകളി. അതുകൊണ്ട് തന്നെ കഥകളിയുടെ നാട്യധർമ്മിതയാണ് പലപ്പോഴും അളവുകോലായി എടുക്കപ്പെടുന്നത്. അത് വളർന്നു വരുന്ന കലയായ മോഹിനിയാട്ടത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട്. കാരണം കഥകളിയുടെ വലിയ ആകാരത്തിൽ, ആ വേഷഭംഗിയിൽ, കിരീടം വെച്ച, മുടി വെച്ച, വലിയ തേപ്പുള്ള, അത്രയും വലിയ ആകാരത്തിന് യോജിച്ച നാട്യധർമ്മിതയാണ് ആ കലാരൂപത്തിൽ ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതേ ഊർജ്ജനിലയും അതേ അഭിനയ സമ്പ്രദായവും മോഹിനിയാട്ടത്തിൽ നിന്നും പലപ്പോഴും പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. അതല്ല, മോഹിനിയാട്ടത്തിൻ്റെ നാട്യധർമ്മിത എന്ന് പറയുന്നത് ഇപ്പോഴും കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടില്ലാത്ത ഒന്നാണ്. അതായത് മോഹിനിയാട്ടത്തിൻ്റെ ശൈലീകരണം നടന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ. അതിലേക്കാണ് ഞാൻ പ്രധാനമായിട്ടും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശൈലീകരണം ഇപ്പോഴും കൃത്യമായിട്ടില്ല. എന്താണ് ശൈലീകരണം എന്ന് പറഞ്ഞാൽ ഇതിലെ ഒരു ഘടകമാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ ശൈലീകരണം നിലവിലുള്ള ഒരു സാധ്യതയെ അതേപടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിനകത്ത് ഗോപ്യമായി കിടക്കുന്ന ഒരു സാധ്യതയെ മറ്റൊരു രീതിയിൽ പ്രയോഗിക്കുക. ഇങ്ങനെ 2 തരത്തിലാണ് ശൈലീകരണം പലപ്പോഴും നടക്കുന്നത്. കഥകളി തന്നെ ഉദാഹരണമായിട്ടെടുക്കാം. മേളത്തിലെ ആ സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ കഥകളി ഉപയോഗിക്കുന്നത്. പക്ഷേ മേളം അല്ല താനും. കഥകളിയിലെ ചെണ്ടയുടെയും മദ്ദളത്തിൻ്റെയും ഗോപ്യമായ ചില സാധ്യതകളാണ് കഥകളി അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്, കഥകളിയിലേക്ക് സ്വാംശീകരിക്കപ്പെട്ടിരിക്കുന്നത്. വെറും സ്വാംശീകരണമല്ല, ശൈലീകരണം തന്നെ. കഥകളിയെ കഥകളിയാക്കുന്ന രീതിയിൽ ചെണ്ടയും മദ്ദളവും ഉപയോഗിക്കുന്നു. അതാണ് ശൈലീകരണം എന്ന വാക്കുകൊണ്ട് പ്രധാനമായും നാം വിവക്ഷിക്കുന്നത്. മോഹിനിയാട്ടത്തിലെ ശൈലീകരണം പറയുമ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രം ഒന്ന് പറയാതെ അതിലേക്ക് പോകാൻ നിവൃത്തിയില്ല. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇതിൻ്റെ അതായത് കലാമണ്ഡലത്തിന് മുൻപുള്ള മോഹിനിയാട്ട ചരിത്രം ചെറിയ 2-3 വാക്കുകളിൽ പറഞ്ഞ് കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം തുടങ്ങിയതിന് ശേഷമുള്ള ഇന്നത്തെ മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രത്തിലേക്ക് വരാം. കാർത്തിക തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് അയൽനാട്ടിൽ നിന്നും വന്ന ദാസിയാട്ടം കണ്ട് ഇഷ്ടപ്പെട്ട കാർത്തിക തിരുനാൾ തൻ്റെ സദസ്യനായ കറുത്തേടത്ത് ചോമാതിരി എന്ന സദസ്യനോട് ഇത് ഇനി ഇവിടെ മോഹിനിയാട്ടം എന്ന പേരിൽ പ്രചരിക്കട്ടെ എന്ന് ഏൽപ്പിച്ചതായി ഉള്ളൂരിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ രേഖകളുണ്ട്. ഇതാണ് മോഹിനിയാട്ടത്തെക്കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ പ്രാമാണിക അടയാളം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് വ്യവഹാരമാലയിലാണ് ഈ നാമം വീണ്ടും വരുന്നത്. അതിനുശേഷം സ്വാതിയുടെ കാലത്ത് മോഹിനിയാട്ടത്തിനെക്കുറിച്ച് ഒരുപാട് രേഖകളുണ്ട്. മോഹിനിയാട്ടക്കാർക്ക് കൊടുത്തിട്ടുള്ള പൈസയെക്കുറിച്ചും അവർക്ക് കൊടുത്തിട്ടുള്ള അരി, എണ്ണ, കച്ച കെട്ടിച്ചതിനെക്കുറിച്ച് ഇപ്രകാരം ഒരുപാട് നീട്ടുകൾ സ്വാതിയുടെ കാലത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്വാതിയുടെ കാലത്തെ മറ്റൊരു പ്രധാന നേട്ടം, നമുക്ക് നേട്ടം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഉണ്ടായിപ്പോയ കോട്ടത്തിൽ ഒരു രക്ഷ എന്ന് പറയുന്നത് സ്വാതി കൃതികളാണ്. സ്വാതി കൃതികളിലൂടെയാണ് മോഹിനിയാട്ടം ഇന്ന് വായിക്കപ്പെടുന്നത്. അന്ന് ചെയ്തിരുന്ന മോഹിനിയാട്ടം
ശൃംഗാരരസപ്രധാനമായിരുന്നു എന്ന് നാം കരുതുന്നത് സ്വാതിയുടെ കൃതികളിൽ നിന്നും കിട്ടിയിട്ടുള്ള സ്വാതി കൃതികളുടെ പ്രകാശത്തിലാണ്. സ്വാതി കൃതികളുടെ നിങ്ങളെല്ലാവരും അറിയുന്നത് തന്നെയാണ്. എങ്കിലും സ്വാതി കൃതികളുടെ പ്രധാനപ്പെട്ട സ്വഭാവം ജീവാത്മാ പരമാത്മാ ബന്ധത്തിൽ ഊന്നിക്കൊണ്ടുള്ള രചനയാണ് അത് എന്നാണ്. ആ ഒരു കാലഘട്ടം അഷ്ടപതിയുടെ രചനാ സമ്പ്രദായത്തിനോട് ചേർന്ന ശൃംഗാരത്തെ ജീവാത്മാ പരമാത്മാ ബന്ധത്തോട് അങ്ങേയറ്റം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള രചനകളാണ് ഉണ്ടായിരുന്നത് എന്ന് കാണാം. ഈ ഉച്ച നേരമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് മയങ്ങിപ്പോവും. അതുകൊണ്ട് വേണ്ടയിടത്തും വേണ്ടാത്തയിടത്തും പുട്ടിന് നാളികേരം ഇടുന്ന പോലെ ഞാൻ കുറച്ചിങ്ങനെ ചെയ്യും. ഇപ്പോൾ സ്വാതി കൃതിയിൽ ആനന്ദഭൈരവി രാഗത്തിലുള്ള പൂന്തേ നേർമൊഴിയിലെ ഒരു കഷ്ണം. വിരഹം
സ്വാതിക്ക് ശേഷം 1932 കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടക്കളരി ആരംഭിക്കുന്നത്. 2 വർഷത്തെ ആയുസ്സേ ആ കളരിക്കുണ്ടായിരുന്നു. പിന്നീട് 1950കളിലാണ് മോഹിനിയാട്ടം ശക്തമായ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുന്നത്. ഗുരു ചിന്നമ്മു അമ്മ ടീച്ചറുടെ നേതൃത്വത്തിൽ മോഹിനിയാട്ടത്തിൻ്റെ കുലപതി എന്ന് പറയുന്ന കലാമണ്ഡലം സത്യഭാമ ടീച്ചറുടെയും മുദ്രകളുടെ അമ്മ എന്ന വിശേഷണത്തിലൂടെ ലോകം അറിയുന്ന കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയുടെയും നേതൃത്വത്തിൽ മോഹിനിയാട്ടം ഒരു രൂപം കൊള്ളാൻ ശ്രമിച്ച ഒരു കാലഘട്ടമാണ് അടുത്തത്. ഈ കാലഘട്ടത്തിൽ കഥകളിയുടെയും ഭരതനാട്യത്തിൻ്റെയും സങ്കരമായാണ് കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം തുടങ്ങുന്നത് എന്ന് ചരിത്ര പുസ്തകം പറയുന്നു. കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നതാണിത്. ഇവിടെ ശൈലീകരണം കേരളീയ കലകൾ എന്നുള്ള വലിയ ഒരു ക്യാൻവാസിലായിരുന്നു. അതായത് ഭരതനാട്യത്തിൻ്റെ ഘടനാപരമായിട്ടുള്ള ചില പ്രത്യേകതകളും കഥകളിയുടെ അഭിനയത്തിൻ്റേതായ ചില പ്രത്യേകതകളും കടമെടുത്തുകൊണ്ടാണ് മോഹിനിയാട്ടം പുനർജനിച്ചത്. പഴയ മോഹിനിയാട്ടത്തിൻ്റെ അപചയത്തിന് കാരണമായ എല്ലാ ലക്ഷ്യങ്ങളെയും മാറ്റി മോഹിനിയാട്ടം ഒരു നേരം പോക്ക് എന്ന പുരുഷ സങ്കല്പത്തിൽ നിന്നും മാറി വിനോദം എന്ന വലിയ മാനങ്ങളുള്ള ഒരു തലത്തിലേക്ക് ഉയരുകയായിരുന്നു. വിനോദം എന്നാൽ വിശേഷേണ നൂതനം ചെയ്യുന്നത്, നൂതനം ചെയ്യുന്നത്. നൂതനം എന്നാൽ നൂതനം അല്ല, നൂതനം. വിശേഷേണ ചിലത് നശിപ്പിക്കുന്നത്, നമ്മുടെ ഉള്ളിലെ നമുക്ക് വേണ്ടാത്ത ചിലതിനെ നശിപ്പിക്കുന്ന എന്തോ, അതാണ് വിനോദം. ആ അർത്ഥത്തിൽ വിനോദം എന്ന തലത്തിലേക്ക് മോഹിനിയാട്ടം ഉയരുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ നാം കഥാർസിസ് എന്നൊക്കെ പറയുന്ന ആ ഒരു ലെവൽ ഓഫ് ഏത് ലെവലിലാണ് നമ്മൾ ആസ്വദിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ആ കലയുടെ പ്ലാറ്റ്ഫോം എന്നെനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ആ കല സ്വീകരിക്കപ്പെടുന്നത് എന്നെനിക്ക് തോന്നുന്നു, ആ കല മാർക്ക് ചെയ്യപ്പെടുന്നത് എന്ന് തോന്നുന്നു. ഈ രീതിയിൽ മോഹിനിയാട്ടം നേരം പോക്കിന് അപ്പുറം സമൂഹത്തിന് പലതും കൊടുക്കാനുള്ള കലാമൂല്യമുള്ള ഒന്നായി മാറിയത് ഈ സത്യഭാമ ടീച്ചർക്ക് ശേഷം സത്യഭാമ ടീച്ചർ തുടങ്ങി വെച്ച, അല്ലെങ്കിൽ സത്യഭാമ ടീച്ചറുടെ ഗുരുവായിട്ടുള്ള ചിന്നമ്മ ടീച്ചർ തുടങ്ങി വെച്ച ആ കാലഘട്ടം മുതൽക്കാണ്. സത്യഭാമ ടീച്ചറുടെ നേതൃത്വത്തിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റം പുതിയ അടവുകളിലെ നിർമ്മാണ പ്രക്രിയയായിരുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ലാസ്യം എന്ന വാക്ക് മോഹിനിയാട്ടത്തോട് ചേർക്കപ്പെടുന്നത്. ലസിപ്പിക്കുന്നത് ലാസ്യം, ശോഭ നൽകുന്നതെന്തോ അത് ലാസ്യം, സൗന്ദര്യവുമായി ബന്ധപ്പെട്ടതെന്തോ അത് ലാസ്യം. ഈ തരത്തിലാണ് ലാസ്യത്തെ ഇന്നത്തെ കാലഘട്ടം നിർവചിക്കുന്നത്. താണ്ഡവത്തിൻ്റെ വിപരീതമായ ലാസ്യം എന്ന അർത്ഥത്തിലല്ല. ഭരതനാട്യവും കുച്ചിപ്പുടിയും ഒഡീസിയും കഥക്കും എല്ലാം ലാസ്യനൃത്തങ്ങൾ തന്നെയാണ്. എവിടെയാണ് വ്യത്യാസം വരുന്നത്? ശരീരഭാഷയിൽ, ശരീരം ഉപയോഗിക്കുന്ന രീതിയിൽ. ഭരതനാട്യം സ്ട്രെയിറ്റ് ലൈൻസിലൂടെയും കോണുകളിലൂടെയും ആംഗിൾസിലൂടെയും ശരീരഭാഷയെ അടയാളപ്പെടുത്തുമ്പോൾ മോഹിനിയാട്ടം വർത്തുള ചലനങ്ങളിലൂടെയും ദ്വിഭംഗിയിലൂടെയും അതിഭംഗിയിലൂടെയുമാണ് തൻ്റെ ഭാഷയെ നിർവചിക്കുന്നത്. അതിഭംഗി, ദ്വിഭംഗി എന്നുള്ള അത് എന്താണെന്ന് തീർച്ചയായും സംശയം തോന്നാം. ശില്പശാസ്ത്രത്തിലെ വാക്കുകളാണിത്, അതിഭംഗി, ദ്വിഭംഗി എന്നുള്ളതെല്ലാം. ഇങ്ങനെ നിൽക്കുന്നത് സമം, ശില്പശാസ്ത്രപ്രകാരം ഇങ്ങനെ നിൽക്കുന്നത് സമം. ഇതിൽ നിന്നുള്ള ഏത് ഭംഗവും ശില്പത്തിന് ഭംഗി ആണ്. ഇത് ഈ 2 ഭാഗങ്ങളാക്കി ശരീരത്തെ തിരിച്ചാൽ ഇത് ദ്വിഭംഗി. അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ള ഭംഗം, നിലയിലെ ഭംഗം, ഇത് ഭംഗി.
ഞാൻ ഒഡീസിയിലെ ഒരു പോസ് കാണിച്ചാൽ ഉടനെ നിങ്ങൾക്കത് മനസ്സിലാകും. ഒഡീസി ത്രിഭംഗിയിൽ അധിഷ്ഠിതമാണ്. ഇത്തരത്തിൽ ഒരുപാട് ചലനങ്ങൾ വരുമ്പോൾ അത് അതിഭംഗിയാകുന്നു. ശരീരത്തിൻ്റെ നിലയെ ഒരുപാട് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ അത് അതിഭംഗിയാകുന്നു. സമനിലയെ ഖണ്ഡിക്കുമ്പോഴാണ് നൃത്തമുണ്ടാകുന്നത് എന്നൊരു ചൊല്ലുണ്ട്. ബാലൻസ് ചെയ്ത് പോകുന്നതിനെ നൃത്തം എന്ന് വിളിക്കില്ലത്രേ. ഏതായാലും കഥകളി കലാമണ്ഡലത്തിൽ തുടങ്ങിയ കാലത്ത് ലാസ്യം ഇത്തരത്തിൽ നിർവചിക്കപ്പെടുന്നതെല്ലാം ക്ഷേമാവതി ടീച്ചറുടെ കാലത്തിന് ശേഷമുള്ള ഞങ്ങളുടെ ഈ ജനറേഷനിലാണ്. സത്യഭാമ ടീച്ചറുടെ കാലത്ത് ലാസ്യം എന്ന പദം മോഹിനിയാട്ടത്തോടു കൂടി ചേർത്ത് വയ്ക്കപ്പെട്ടു. എന്നാൽ ഈ ലാസ്യം കഥകളി സ്ത്രീവേഷത്തിലെ ലാസ്യവുമായിട്ടാണ് കൂടുതൽ ഇണങ്ങി നിന്നത്. അതിന് ഒട്ടും അത്ഭുതപ്പെടാനില്ല. കാരണം കഥകളി, ഭരതനാട്യം, ഈ രണ്ട് ആർട്ട് ഫോംസും ആ കാലത്ത് അങ്ങേയറ്റം ലോകപ്രശസ്തി ആർജിച്ച രണ്ട് കലാരൂപങ്ങളായിരുന്നു. അപ്പോൾ പിറന്നു വീണ മോഹിനിയാട്ടം ഈ രണ്ട് കലകളുടെ നിന്നും പലതും എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു നല്ല കലാരൂപത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ കഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ സ്വാധീനത്തിനകത്ത്, ആ മായിക വലയത്തിനകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഭരതനാട്യത്തിൻ്റെയും കഥകളിയുടെയും ഇൻഫ്ലുവൻസ് പലതരത്തിലും ആ കാലഘട്ടത്തിലെ മോഹിനിയാട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന ജനറേഷനിൽ മെല്ലെ മെല്ലെ അതിൽ നിന്നും വിടുതി പ്രഖ്യാപിക്കുന്നത് കാണാം. കേരളത്തിൽ ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഇന്നറിയാം. എന്നാൽ നൃത്തങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള തെളിവാണ് ഈ കാണിച്ചിട്ടുള്ള സ്ലൈഡ്. 11th 12th സെഞ്ച്വറിയിലെ കുടൈക്കൂത്ത്, തൃക്കൊടിത്താനം ടെമ്പിളിൽ ഉണ്ടായിട്ടുള്ള ഒരു റിലീഫാണിത്. ഈ കുടൈക്കൂത്ത് 11 കൂത്തുകൾ പറയുന്നതിൽ ഒന്നാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. കുടൈക്കൂത്തൊന്നും ഇന്ന് പ്രചാരത്തിലില്ല, എന്താണെന്ന് നമുക്കറിയുകയില്ല. ഇപ്രകാരത്തിലുള്ള ഏതാനും റിലീഫുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നമുക്കതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യങ്ങളൊന്നും ഇല്ല. ഏതായാലും സമാന്തരമായി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ടീച്ചറുടെ കളരിയിലും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടന്നു വന്നു. സത്യഭാമ ടീച്ചറുടെ അവിടെ പുതിയ അടവുകൾ നടക്കുന്നു. അതോടൊപ്പം സ്വാതിയുടെ കാലത്ത് ഭരതനാട്യത്തിൽ നിന്നും കടം കൊണ്ട ഒരിനമുണ്ട് ജതിസ്വരം. ഈ ജതിസ്വരം പൂർണ്ണതയിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് ക്ഷേമാവതി ടീച്ചറുടെ എല്ലാം കാലത്ത്. അത് ഭരതനാട്യത്തിൽ നിന്നും കടം കൊണ്ടതാണെങ്കിൽ പോലും മോഹിനിയാട്ടത്തിൻ്റെ ശൈലീകരണ പ്രക്രിയയ്ക്ക് ഏറെ വിധേയമായിട്ടുള്ള ഒരിനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. എൻ്റെ ശിഷ്യ മാളവിക രവി മേനോൻ നിങ്ങൾക്കായി അത് ഇവിടെ അവതരിപ്പിക്കും.
വർണ്ണവും സ്വാതിതിരുനാളിൻ്റെ കാലത്ത് മോഹിനിയാട്ടത്തിൽ കടന്നുകൂടിയ ഒരിനമാണ്. ചിന്നമ്മ ടീച്ചർ സത്യഭാമ ടീച്ചറെ പഠിപ്പിച്ച വർണ്ണത്തിൽ സ്വരങ്ങൾ ചെയ്യുന്ന ആ ഭാഗത്ത് മാത്രമായിരുന്നു ശുദ്ധനൃത്തം ഉണ്ടായിരുന്നത്. ശുദ്ധനൃത്തം എന്നാൽ പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നുമില്ലാതെ ആനന്ദഭാവത്തിൽ ചെയ്യുന്ന, ഇപ്പോൾ ചെയ്ത ഈ അടവുകളുടേതായിട്ടുള്ള ഒരു കോർത്തിണക്ക്, അതാണ് ശുദ്ധനൃത്തം എന്ന് പറയുന്നത്. ഇതൊരു ശുദ്ധനൃത്ത ഇനമാണ്. ഇതുപോലെ സ്വരങ്ങളുടെ ഭാഗത്ത് മാത്രമായിരുന്നു അന്ന് ശുദ്ധനൃത്തം ചെയ്തിരുന്നതെന്ന് സത്യഭാമ ടീച്ചർ പറയുകയുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു വർണ്ണത്തിലെ ഒരു ചിട്ടസ്വരവും ചിട്ടസ്വരത്തിൻ്റെ സാഹിത്യവും ഉറക്കം കളയാൻ വേണ്ടി ചെയ്യാം. അതിനുശേഷം അതിൻ്റെ തിയറി ഭാഗത്തേക്ക് വരാം. സത്യഭാമ ടീച്ചർ ചെയ്ത മാറ്റം എന്താണെന്ന് വെച്ചാൽ, അഭിനയത്തിന് ഇടയിലെല്ലാം കുറച്ച് ശുദ്ധനൃത്തത്തിൻ്റെ ഖണ്ഡങ്ങൾ ചേർത്തു. തീർച്ചയായും മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയുടെ സുപ്രധാനമായ നാഴികക്കല്ലാണത്. മോഹിനിയാട്ടം വർണ്ണം ഇന്ന് കാണുന്ന ആ ഗരിമയിലേക്ക് ഉയർന്നതിന് പ്രധാന കാരണം ഇതുതന്നെയാണ്. അത് എങ്ങനെയാണെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് പല്ലവി പാടിക്കഴിഞ്ഞാൽ ഒരു പീസ് ശുദ്ധനൃത്തം, പിന്നീട് ആ പല്ലവിയുടെ അഭിനയം. ഈ രീതിയിലാണ് സത്യഭാമ ടീച്ചർ വർണ്ണത്തിൻ്റെ ഘടന മാറ്റി ഉറപ്പിച്ചത്. ഭരതനാട്യത്തിൻ്റെ അതേ സമ്പ്രദായം തന്നെ ഞാനത് ടീച്ചറുടെ അടുത്ത് അന്വേഷിച്ചിരുന്നു എന്തുകൊണ്ടെന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞത്, ഇത് ഭരതനാട്യത്തിൽ ഉള്ള അത്രയും ജതികളില്ല. മോഹിനിയാട്ടം വർണ്ണം പ്രധാനമായും അഭിനയത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. സ്വരങ്ങളുടെ സ്ഥാനത്ത് മാത്രം എന്ന് പറയുമ്പോൾ ഒരു 3 ഖണ്ഡത്തിലാണ് മാക്സിമം ശുദ്ധനൃത്തം വരിക. അപ്പോൾ ഭരതനാട്യത്തിൻ്റെ ഹൈറ്റിലേക്ക് ഉയർത്താൻ വേണ്ടി ഇടയിൽ ഈ ജതി ചേർക്കപ്പെടുകയായിരുന്നു. എന്നാൽ ഈ ജതിക്ക് പക്കം പല്ലവി പാടിക്കൊണ്ട് തന്നെയാണ്, സാഹിത്യത്തിൻ്റെ അകമ്പടിയിൽ തന്നെയാണ്. അപ്പോൾ അതെന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ, ജതി പറയുക എന്നുള്ളത് ഭരതനാട്യത്തിൻ്റെ സ്വഭാവമാണ്, ശൈലീകരണം. അവിടെയാണ് ഭരതനാട്യം ശൈലീകരിച്ച ഒരു സംഭവമാണ് ജതി. ദള്ളം കുത്രക്കുത്തക്ക തക്കത്ത തിക്കിട്ടത്തോം എന്ന് പറഞ്ഞിട്ടുള്ള ജതിയുടെ കണക്കുകൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് ഭരതനാട്യത്തിൻ്റെ ശൈലീകരിക്കപ്പെട്ട ആ ഒരു സങ്കേതത്തെ മോഹിനിയാട്ടവൽക്കരിച്ചപ്പോൾ ടീച്ചർ ചെയ്തത്, ആ സങ്കേതം എടുത്തു വാചികത്തിൽ മാത്രം മാറ്റം വരുത്തി. അവിടെ പാട്ട് തന്നെ പാടി ആ ഭാഗം ചെയ്യുക എന്നായിരുന്നു. ഞാനതൊന്ന് ചെയ്ത് കാണിക്കാം. Mm-hmm.
എന്നിവിടെ ഒരു കാമ്പോജി വർണ്ണത്തിലെ അനുപല്ലവിയുടെ ഭാഗമാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്ത ചിട്ടസ്വരത്തിൻ്റെ തന്നെ മുൻപത്തെ ഭാഗം. ഈ രീതിയിലാണ് സത്യഭാമ ടീച്ചർ പുതിയ വർണ്ണത്തിന് ഘടന നിശ്ചയിച്ചത്. എൻ്റെ തലമുറയിൽ എനിക്ക് തികച്ചും പേഴ്സണലായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് വരികയാണ്. ഇവിടെ ദൃശ്യവും ശ്രവ്യവും തമ്മിൽ പൊരുത്തമുണ്ടോ? ഭാവാത്മകമായി ഘോര ശൂർപ്പണഖ എന്ന് പാടുമ്പോൾ ഇവിടെ ചെയ്യുന്ന ശുദ്ധനൃത്തം, ദൃശ്യശ്രവ്യ പൊരുത്തം എനിക്ക് ഒരിക്കലും ലഭിക്കുന്നില്ല. അപ്പോൾ ഞാൻ ടീച്ചറുടെ അടുത്ത് തന്നെ ചോദിച്ചു, അവിടെ ഈ ശുദ്ധനൃത്തത്തിനെ എൻഹാൻസ് ചെയ്യുന്ന ചൊൽക്കെട്ടുകളോ അല്ലെങ്കിൽ പക്കം ആ രീതിയിൽ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ഉപയോഗിച്ചിട്ടോ പക്കം പാടുകയാണെങ്കിൽ, അകമ്പടി സേവിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കില്ലേ? അന്ന് ടീച്ചർ പറഞ്ഞു, ഇനിയൊക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, ഞാൻ അന്ന് ഇത് ഭരതനാട്യം ആവരുത് എന്നേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആ തരത്തിൽ ഒരു ട്രയൽ എടുത്തു. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വർണ്ണം ഈ രീതിയിലുള്ളതാണ്. അതും കൂടെ ഒന്ന് കാണിച്ചതിന് ശേഷം, അതായത് കാലഘട്ടത്തിൻ്റെ വ്യത്യാസം. ഇന്നലെ രാജാനന്ദേട്ടൻ പറഞ്ഞതുപോലെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ചില ചിന്തകൾ ശരിയോ തെറ്റോ എന്നറിയില്ല. ശരിയാണെങ്കിൽ കാലം അത് തേച്ചു മായ്ക്കില്ല, തെറ്റാണെങ്കിൽ കാലം തേച്ചു മായ്ച്ചോളും. ചെയ്തു നോക്കാതെ എങ്ങനെ അറിയും ശരിയോ തെറ്റോ എന്ന്? അതിനുള്ള എല്ലാ അനുഗ്രഹമായാലും ശാപമായാലും ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇത്തരത്തിലുള്ള ചിന്തകളെയെല്ലാം ഈ ഒരു ജന്മം ചെയ്തു തീർക്കുന്നുണ്ട്. ഇപ്പോഴും എനിക്കറിയില്ല ശരിയോ തെറ്റോ എന്ന്. പക്ഷേ എൻ്റെ മനസാക്ഷിക്കനുസരിച്ച് എൻ്റെ യുക്തിചിന്തയെ കൃത്യമായി തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള അവതരണങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. പാരമ്പര്യം, ഗുരു ചിന്ത ഇതെല്ലാം നല്ലോണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ചെയ്തു വെച്ച ഒന്നും ചെറുതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവർ ചെയ്തു വെച്ചത് കൊണ്ടാണ് അതിന് മുകളിലേക്ക് ചെയ്യാൻ ഞങ്ങളെ കൊണ്ടാകുന്നത്. എനിക്ക് മുകളിലേക്ക് ചെയ്യാൻ എൻ്റെ ശിഷ്യർക്കാവണം. അപ്പോഴേ മോഹിനിയാട്ടം വളരുള്ളൂ. ആർട്ടാണ് എല്ലാത്തിനും ഉപരിയായി നിലനിൽക്കേണ്ടത്, ആർട്ടിസ്റ്റല്ല. ഇതിലുണ്ടാകുന്ന എന്ത് തെറ്റും കാലം മായ്ച്ചോളും, അല്ലാത്തവ നിലനിൽക്കും. ഇതിൽ വരുത്തിയ ആ ഒരു ചേഞ്ച് കൂടെ ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. ഞാൻ ചെയ്തത്
ഊർജ്ജനില ഉയർത്തുക എന്ന ധർമ്മമാണ് ശുദ്ധനൃത്തം കൊണ്ട് ഭരതനാട്യവും മോഹിനിയാട്ടവും ഉദ്ദേശിക്കുന്നത്. ഈ ഊർജ്ജനില ഉയർത്തണമെങ്കിൽ അവിടെ ചൊൽക്കെട്ടുകളുടെ, അതുകൊണ്ടാണ് ഈ ധള്ളം ഗുദ്രുകുതക എന്ന് പറഞ്ഞിട്ട് തികച്ചും വ്യത്യസ്തമായ ഒരു മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ നർത്തകിയാണ് കഥാപാത്രമല്ല. ഈ നർത്തകി കഥാപാത്രം എന്ന് ആ ദ്വന്ദ്വഭാവം പെട്ടെന്ന് വരികയും പോവുകയും ചെയ്യുക എന്നുള്ളിടത്താണ് വർണ്ണത്തിൻ്റെ വെല്ലുവിളി. അതുപോലെ തന്നെ ചൊൽക്കെട്ടിൻ്റെ അകമ്പടിയിൽ ചെയ്യുന്ന ലാസ്യവും സ്വരങ്ങളുടെ അകമ്പടിയിൽ ചെയ്യുന്ന ലാസ്യവും എനർജി ലെവലിൽ ചെറിയ തോതിലെങ്കിലും വ്യത്യാസമുണ്ട്. ഇങ്ങനെ പല എനർജി ലെവലുകളിലുള്ള അടവുകൾ വരുമ്പോഴാണ് വർണ്ണാഭമാകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ചെയ്ത അതേ ഖണ്ഡം ചൊൽക്കെട്ടിൻ്റെ അകമ്പടി ചൊൽക്കെട്ട് നൽകുന്ന ഊർജം പൂർണ്ണമായും നർത്തകിയിലേക്ക് പ്രസരിക്കണമെങ്കിൽ ഈ ഒരു വായ്പാട്ടിൻ്റെയും താളവാദ്യങ്ങളുടെയും അകമ്പടി അത്യന്താപേക്ഷിതമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഞാനെന്ന നർത്തകിയെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യുമ്പോൾ വളരെയധികം ഊർജം എന്നിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അതായത് ഈ ശൈലീകരണ പ്രക്രിയ, അനുകരണം, സ്വാംശീകരണം, ശൈലീകരണം, അങ്ങനെ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതായി കാണാം. ഏതൊരു കലാരൂപത്തിൻ്റെയും വളർച്ച പരിശോധിച്ചാൽ ആദ്യം പലതിൻ്റെയും അനുകരണത്തിൻ്റെ ഒരു കൂട്ട് ആയിട്ടായിരിക്കും അതിൻ്റെ ഘടന. പിന്നീട് അവ സ്വാംശീകരിക്കപ്പെടും. ആ സ്വാംശീകരണത്തിൽ നിന്നും ശൈലീകരിക്കപ്പെടുന്നത് കാലമാണ്. കാലം ചില പ്രയോക്താക്കളിലൂടെ അത് സംഭവിപ്പിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. ലാസ്യം അടുത്ത തലമുറയായിട്ടുള്ള കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറുടെയും സുഗന്ധി ടീച്ചറുടെയും ലീലാമ ടീച്ചറുടെയും ഒക്കെ നേതൃത്വത്തിൽ വ്യക്തമായ രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ സാത്വികാഭിനയം പ്രയോഗിക്കുന്ന രീതിക്ക് വളരെയധികം മാറ്റമുണ്ടായി. കുറേ കാലം അഷ്ടപതി മോഹിനിയാട്ടത്തിൽ ചെയ്തിരുന്നില്ല. മോഹിനിയാട്ടത്തെ ബാധിച്ചിരുന്ന ആ ഒരു ചീത്തപ്പേരുകൊണ്ടാവാം
അതുപോലെ തന്നെ കുലീനത നിലനിർത്തുക എന്നുള്ള ഒരു വല്ലാത്ത ബാധ്യത സത്യഭാമ ടീച്ചറെ പോലുള്ള ആ കാലഘട്ടത്തിന് ഉണ്ടായിരുന്നു. അത്രയേറെ ചീത്തപ്പേര് വന്നിട്ടുള്ള ഒരു പേരാണ് മോഹിനിയാട്ടം. എന്നാൽ ആ മോഹിനിയാട്ടവും ഇന്നത്തെ മോഹിനിയാട്ടവും തമ്മിൽ പേരിൽ മാത്രമേ ബന്ധമുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ കുലീനത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഓരോ കാലഘട്ടവും മാറ്റി മാറ്റി എഴുതുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ പിറവിയെടുത്ത അധിക പ്രായമൊന്നുമല്ല, 60 വയസ്സ് എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രായമല്ല. ആ രീതിയിൽ കണക്കിലെടുക്കുമ്പോൾ കുലീനത ഇനിയും ചേർക്കപ്പെടേണ്ട ഒരു സംഭവമാണ്. കുലീനത എന്ന വാക്കിൻ്റെ അർത്ഥം എന്തു തന്നെയായാലും കുലീനതയാണോ ശരീരഭാഷയാണോ ഏത് തരത്തിലാണ് നാം മോഹിനിയാട്ടത്തെ സമീപിക്കേണ്ടത്? കുലീനത എന്ന വാക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായതുകൊണ്ട് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയല്ല അത്, അതാണ് കുലീനത എന്ന വാക്കിൻ്റെ പ്രത്യേകതയാണ്. ആ അർത്ഥം യോജിപ്പിക്കുന്നുണ്ട്. ഓരോ കാലത്തും ഓരോന്നാണ് കുലീനത എന്ന്. മാറിക്കൊണ്ടിരിക്കുന്ന കുലീനതയ്ക്ക് അനുസരിച്ച് തീർച്ചയായും ഇപ്പോൾ പിറന്ന ആർട്ട് ഫോമിൽ മാറ്റങ്ങൾ വന്നേ തീരൂ. അത് കാലത്തിൻ്റെ ഒരു നിയോഗം തന്നെയാണ്. അതിനെ ആർക്കും തടഞ്ഞു വയ്ക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എൻ്റെ ജനറേഷനിലുള്ള എല്ലാ പ്രയോക്താക്കളും പല രീതിയിൽ ഈ ആർട്ട് ഫോമിലേക്ക് സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആംഗിക, വാചിക, ആഹാര്യ, സാത്വിക എന്നുള്ള ഈ 4 അഭിനയങ്ങളിലും എല്ലാ പ്രയോക്താക്കളും വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സംഭാവനകളെക്കുറിച്ച് മുഴുവനും പറയാൻ എനിക്ക് നിർവാഹമില്ല. എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയിട്ടുള്ള ചില കണ്ടെത്തലുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതിഭംഗിയിൽ അധിഷ്ഠിതമായ വർത്തുള ചലനങ്ങളാണ് മോഹിനിയാട്ടത്തിൻ്റെ ശരീരഭാഷ എന്ന്. ഇത് കളരിയിലേക്ക് ഏറെ പ്രയോജനം ചെയ്യത്തക്ക വിധം ഉപയോഗപ്പെടുത്താനായി ചില കളരി ചിട്ട ഞങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്. അത് കർണാടക സംഗീതത്തിലെ സപ്തതാളാലങ്കാരങ്ങളിൽ അധിഷ്ഠിതമാണ്. ചതുരശ്ര ത്രിപുട താളത്തിൽ മാളവികാരവീമ, ശ്രീമതി അതുല്യ രാകേഷ്,
സങ്കീർണ ധ്രുവത്തിൽ ഒരുക്കുന്നത്. ഇത് തന്നെ തിശ്ര ത്രിപുടയിലെ ഒരു ഏറ്റവും ലളിതമായ ഒരു ഖണ്ഡം കൂടെ കണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകും. ആരംഭിക്കാം.
ക്ഷേമ ടീച്ചറുടെയൊക്കെ കാലത്ത് തന്നെ, സത്യഭാമ ടീച്ചറുടെ കാലത്ത് തന്നെ മോഹിനിയാട്ടത്തിന് വേണ്ടി എഴുതപ്പെട്ടതല്ലാത്ത കൃതികൾ മോഹിനിയാട്ടത്തിലേക്ക് ഉപയോഗിച്ചു തുടങ്ങി. സ്വാതി കൃതികൾ മാത്രമാണ് ഇതിനായിട്ടുള്ള വാചികത്തിന് വേണ്ടി ഉള്ളത് എന്ന് തന്നെ ആയിരിക്കാം കാരണം. കഥകളി പദങ്ങളും അതുപോലെ ഓമനത്തിങ്കൾക്കിടാവും മോഹിനിയാട്ടത്തിന് വേണ്ടി എഴുതപ്പെട്ടതല്ല. ഭാരതി ശിവജിയാണത് ആദ്യമായി മോഹിനിയാട്ടത്തിലേക്ക് ചിട്ടപ്പെടുത്തിയത്. പിന്നെ മോഹിനിയാട്ടത്തിൻ്റെ ഒരു ഭാഗമായി മാറി ഓമനത്തിങ്കൾക്കിടാവും. ഇപ്പോൾ ചെയ്ത സ്വരങ്ങളുടെ അകമ്പടിയിലുള്ള ശുദ്ധനൃത്തത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഊർജവിന്യാസം ശ്രദ്ധിച്ചുവല്ലോ. മധുവേട്ടൻ്റെ വളരെ നിങ്ങളെല്ലാം കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന തിരുസേവയിലെ ഒരു ഖണ്ഡം അതുല്യ നമുക്കായി ചെയ്യും. ഉറക്കം വരാതിരിക്കാൻ വേണ്ടി മാത്രം. അതിൽ ചൊൽക്കെട്ടിൻ്റെ അകമ്പടിയിലുള്ള ഊർജവിന്യാസത്തിൻ്റെ വ്യത്യാസം കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായി.
മോഹിനിയാട്ടത്തിൽ വാചികാഭിനയം ഈ പിൻപാട്ടാണ്. അതിൽ കവിതകളുടെ ദൃശ്യാവിഷ്കാരമാണ് എൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മറ്റൊരു, എന്താ പറയണ്ടേന്നറിയില്ല, മറ്റൊരു പരീക്ഷണം എന്നാണോ, പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നില്ല, ചെയ്തേ പറ്റൂ എന്ന ഒരവസ്ഥയിൽ, അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്നിലെ ആർട്ടിസ്റ്റിന് എന്തോ സംഭവിച്ചു പോകും എന്നുള്ള ഒരവസ്ഥയിൽ ചെയ്തു പോയതാണ് പൂതപ്പാട്ട്. പൂതപ്പാട്ടിലെ ചില വരികളുടെ ആവിഷ്കാരം. പൂതപ്പാട്ടിൻ്റെ കഥ എല്ലാവർക്കും അറിയാലോ അല്ലേ? അറിയില്ലേ? അറിയാത്തവരൊന്ന് കൈപൊക്കൂ. മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു കവിതയാണ് ഇടശ്ശേരിയുടെ പൂതപ്പാട്ട്. വള്ളുവനാടൻ ഗ്രാമങ്ങളിൽ മേടമാസത്തിൽ ഒരു പൂതത്തിൻ്റെ വരവുണ്ട്. പൂതം കെട്ടി, എത്ര പേരത് കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല, വള്ളുവനാട്ടിലുള്ളവർ തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. വലിയ കിരീടം പോലെ ഒന്ന് കെട്ടി, കറുത്ത ഒരു വേഷം, വെള്ള പാവാടയൊക്കെ എടുത്ത്, രണ്ട് തുണി ഇങ്ങനെ രണ്ട് കൈകൊണ്ടും പിടിച്ചിട്ടുണ്ടാവും വലിച്ച്. ഈ പൂതം എല്ലാ വീട്ടിലും വന്ന് കുട്ടി ഉണ്ണി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു എന്നാണ് ഇടശ്ശേരി പറയുന്നത്. ആ കഥയാണ് പൂതപ്പാട്ട്. മനുഷ്യരക്തം കുടിച്ച് മനുഷ്യമാംസം ഭുജിച്ച് അങ്ങനെ വിളയാടുന്ന ഒരു പൂതം, ഒരു കുഞ്ഞു കുട്ടിയെ, ഒരു ഉണ്ണി എന്ന നങ്ങേലിയുടെ പൊന്നുണ്ണിയിൽ വളരെയധികം ആകൃഷ്ടയാകുന്നതും അവളിലെ മാതൃത്വം ഉണരുന്നതും, ആ കുഞ്ഞിനെ അമ്മയിൽ നിന്നും അകറ്റി പഠിക്കാനായി പോകുന്ന ഉണ്ണിയെ ഓലയും എഴുത്താണിയും എല്ലാം വലിച്ചെറിയിപ്പിച്ച് കളഞ്ഞ് കളിക്കാൻ കൂട്ടി. പൂതവും ഉണ്ണിയും കൂടി കളിക്കുകയാണ്. ഉണ്ണിയുടെ പൂതത്തിൻ്റെ മനസ്സിലെ ആ ദുഷ്ടവിചാരങ്ങളെല്ലാം എവിടെ പോയി എന്നറിയില്ല. ആ കളിക്കിടയിൽ അമ്മ തിരഞ്ഞു വരുന്നു, ഉണ്ണിയെ മറച്ചു വയ്ക്കുന്നു പൂതം. അമ്മ അപേക്ഷിക്കുമ്പോഴൊന്നും കൊടുക്കുന്നില്ല. പുലിയായും കാറ്റായും തീയായും കാട്ടുതീയായും ഒക്കെ വന്ന് അമ്മയെ ഓടിക്കാൻ നോക്കും. പക്ഷേ അമ്മ അതിലൊന്നും മനമിടറാതെ നിന്ന് പൂതത്തിൻ്റെ അടുത്ത് കുഞ്ഞിനെ തിരിച്ചു തരാൻ വേണ്ടി പറയുമ്പോൾ പൂതം വലിയ മലയുടെ അടപ്പ് തുറന്ന് അതിൽ നിന്നും കുറേ പവിഴവും മുത്തും രത്നങ്ങളും ഒക്കെ എടുത്തു കൊടുക്കും. ഇതെടുത്തോളൂ, എൻ്റെ പുന്നാരക്കുട്ടനെ ഞാൻ തരില്ല, അതെനിക്ക് വേണം എന്ന് പറയുമ്പോൾ അമ്മ കണ്ണു തുറന്നെടുത്ത് പുലരിപ്പൂ പോലെ ഭൂതത്തിന് മുന്നിൽ അർപ്പിച്ചിട്ട് പറയും, ഇതിലും വലിയതാണ് എൻ്റെ പൊന്നോമന, അതിനെ തരികൻ്റെ ഭൂതമേനി. ആ പ്രവൃത്തിയിൽ ഭൂതം ശക്തി ചോർന്നു പോകുന്നതായിട്ട് അറിയുന്നതും അരുതരുതെന്നെ. അതിനു മുൻപ് ഭൂതത്തിന് ഭയങ്കര സന്തോഷമാവും, അമ്മയ്ക്ക് കണ്ണില്ലല്ലോ. ഭൂതം തെച്ചിക്കോല് പറിച്ചു ഭൂതം, ചേലോടു മന്ത്രം ജപിച്ചു ഭൂതം, മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം, അൻപോടെടുക്കെന്നോതി ഭൂതം. കുട്ടിയെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കും. കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുമ്പോൾ പെറ്റ വയറിന് അറിയില്ലേ സ്വന്തം കുഞ്ഞിൻ്റെ ഓരോ മിടിപ്പും. പെറ്റ വയറിനെ വഞ്ചിക്കുന്നൊരു പൊട്ടഭൂതം എന്ന് പറഞ്ഞ് ശപിക്കാനൊരുങ്ങുന്നു. അപ്പോഴാണ് ഭൂതം ശക്തി ചോർന്നു പോയത് അറിയുന്നതും അരുതരുതെന്നെ നീറ്റിടൊല്ലേ അരുതരുതെന്നെ നിന്നുടെ കണ്ണുകൾ മുൻപടി ഉണ്ണി നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും, നിന്നുടെ കുഞ്ഞിതു തന്നെ നോക്കും എന്ന് പറഞ്ഞ് ഉണ്ണിയെ തിരിച്ചു കൊടുക്കുന്നു. പക്ഷേ അപ്പോഴേക്കും പഴയ ആ രൗദ്രഭാവമൊക്കെ വിട്ട് ഭൂതം ഒരു പഴയ ഭൂതമായിരിക്കുന്നു. ഉണ്ണിക്കും ഭൂതത്തിനോടുള്ള ആ ഒരു
അടുപ്പം കണ്ട് അമ്മ ഭൂതത്തിൻ്റെ അടുത്ത് പറയും, എല്ലാ വർഷവും സൂര്യൻ കത്തിജ്വലിക്കുന്ന സമയത്ത് മേടമാസത്തിൽ പൊന്നിൻ കുന്നുകൾ തീർക്കുന്ന കാലത്ത് നീ വന്ന് ഉണ്ണിയെ കണ്ടുകൊള്ളാൻ അനുവാദം കൊടുക്കുന്നു. ഉണ്ണി പിറന്ന വീടേതെന്ന് ചോദിക്കാൻ ഭൂതം മറന്നുപോയി. അമ്മ മറന്നതാണോ മനഃപൂർവ്വം പറയാതിരുന്നതാണോ എന്നറിയില്ല. ഇപ്പോഴും ഈ ഉണ്ണിയെ തിരഞ്ഞ് വരികയാണത്രേ. എല്ലാ മേടമാസത്തിലും ഭൂതം ഓരോ വീട്ടിലും കയറിയിറങ്ങുകയാണ്. ഉണ്ണിയുണ്ടോ, എൻ്റെ ഉണ്ണിയുടെ വീട് ഇതാണോ എന്ന് ചോദിച്ച്. അതാണ് ഭൂതപ്പാട്ടിൻ്റെ കഥ. ആ ഭൂതപ്പാട്ടിൻ്റെ കഥയിലെ ഈ ഭൂതപ്പാട്ടാണ് ഞാൻ മോഹിനിയാട്ടത്തിലേക്ക് ആവിഷ്കരിച്ചത്, അല്ലെങ്കിൽ മൊഴിമാറ്റം ചെയ്തത്. അതിലെ 1-2 ഭാഗങ്ങൾ നല്ല ശുദ്ധ മലയാളമായതുകൊണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആവശ്യമേ ഇല്ല. പ്രത്യേകിച്ചും മധുവേട്ടൻ്റെ പാട്ടിൽ കൃത്യമാണത്. തലമുടിയും വേറിടും കേട്ടാ വരികളും. തലമുടിയും വേറിടും തലസമിവൾ പുഞ്ചിരി വിലസിയിടവേ വഴിവക്കിൽ ചെന്നു നിൽപ്പൂ. നേരവും നിലവും വിട്ടാ വഴി പോം ചെറുവാല്യക്കാരെ ഇവൾ അതിചതുരാൽ തഴുകിയുറക്കിയിടും അവയുടെ ഉപ്പേറും കുരുതി ഇവൾ നൊട്ടി നുണച്ചിറക്കിടുന്നു. പറയൻ്റെ കുന്നിലെ മറ്റേ ചെരുവിലെ പാറയിൽ ചിന്നും മുടിയും എല്ലും. ശൃംഗാരത്തിനും ഭക്തിക്കും അപ്പുറം മോഹിനിയാട്ടത്തിൽ അവതരിപ്പിച്ചുകൂടാത്ത ഭാവങ്ങളൊന്നുമില്ല എന്ന് എനിക്ക് മുന്നേ വിധി എഴുതപ്പെട്ടിരുന്നു. ഇതിലെ തന്നെ
മറ്റൊരു ഭാഗം കൂടെ, വിശദീകരണം ആവശ്യമില്ലാത്തൊരു ഭാഗമാണ്. ഈ കഥ കേട്ട് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുമ്പോൾ വേഗം മനസ്സിലാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി ആഹാരത്തിലേക്കുള്ള മാറ്റം എന്തിന് എന്നുള്ളൊരു ചോദ്യം എന്തായാലും നിങ്ങൾക്കുള്ളിലുണ്ടായിരിക്കും. ചെറിയ ഒരു ഇതിലൂടെ അതിനുകൂടെ കിടങ്ങൂർ ടെമ്പിളിലെ ഒരു റിലീഫാണിത്. ഇതിൽ ആ അറ്റത്തെ ശില്പത്തിലെ മുടിക്കെട്ട് ശ്രദ്ധിക്കുക. ഇത് ശില്പശാസ്ത്രത്തിൽ കാകപക്ഷം എന്ന് പറയുന്ന ഇന്നത്തെ മോഹിനിയാട്ടത്തിൻ്റെ മുടിക്കെട്ടാണ്. അത് ഈ ഒരു 1969 ഈ തരത്തിലുള്ള മുടിക്കെട്ട് മോഹിനിയാട്ടത്തിൽ വന്നിരിക്കുന്നത്. അതിന് കാകപക്ഷം എന്ന പേര് ശില്പശാസ്ത്രത്തിൽ ഉണ്ട് എന്നുള്ള ഒരു അറിവ്. 19th സെഞ്ച്വറിയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു നർത്തകി ശില്പമാണിത്. മോഹിനിയാട്ടത്തിൻ്റെ പഴയ വേഷം എന്ത് എന്ന് അന്വേഷിച്ചു പോയപ്പോൾ എനിക്ക് കിട്ടിയ ചില അറിവുകൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. പതിനെട്ടാം നൂറ്റാണ്ടിലെ കേരളീയത്തിലെ ജനതയുടെ, കേരളീയ സ്ത്രീകളുടെ സാധാരണ വേഷമായിരുന്നു ഇത്. 1932 ഞാൻ പറഞ്ഞല്ലോ, കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടക്കളരി ആരംഭിച്ചു. അതിന് 2 വർഷത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അന്ന് ഒരു ശിഷ്യയും ഒരു ഗുരുവുമായിട്ടായിരുന്നു കളരി തുടങ്ങിയത്. തങ്കമണി ടീച്ചറുടെ, പിന്നീട് ഗുരു ഗോപിനാഥിൻ്റെ ഭാര്യയായ തങ്കമണി ടീച്ചറുടെ അരങ്ങേറ്റത്തിന് ഈ ഉടുത്തുകെട്ടായിരുന്നു ഉപയോഗിച്ചത്. അതായത് 1932 അരങ്ങേറ്റത്തിന് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞുകൂടാ. ആ വേഷം വിട്ട് അരങ്ങേറില്ല എന്ന് തങ്കമണി ടീച്ചർ വാശി പിടിച്ചു. ഉടനെ വള്ളത്തോളിന് ആളുപോയി. അദ്ദേഹം കഥകളിയുടെ സ്ത്രീവേഷത്തിൻ്റെ ഉടുത്തുകെട്ടിൽ അരങ്ങേറ്റം നടത്താൻ ഏൽപ്പിക്കുകയും അപ്രകാരമാണ് ആദ്യമായിട്ട് കഥകളി സ്ത്രീവേഷത്തിൻ്റെ ഉടുത്തുകെട്ടിലാണ് മോഹിനിയാട്ടത്തിൽ ആദ്യമായിട്ട് ഒരു നർത്തകി കലാമണ്ഡലത്തിൽ അരങ്ങേറുന്നത്. അത് ഇതുപോലുള്ളൊരു വേഷമാണ്. ഈ വേഷം
കേരളത്തിൻ്റെ മധ്യഭാഗത്തുള്ളവർക്ക് അറിയാനുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നരയും റൗക്കയുമായിരുന്നു അത്രേ 18th സെഞ്ച്വറിയിലെ കേരളീയ സ്ത്രീവേഷം. അത് 19th സെഞ്ച്വറി 20th സെഞ്ച്വറി ആയപ്പോഴും വലിയ മാറ്റമൊന്നും മോഹിനിയാട്ട വേഷത്തിൽ വന്നില്ല എന്നുള്ളതിന് കാരണം അത്രയും കാലം അത് മരിച്ച അവസ്ഥയിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഇതാണ് തങ്കമണി ടീച്ചറുടെ വിക്രമോർവശീയം ബാലയിലെ വേഷം. ഇത് നമ്മുടെ ഇന്നത്തെ മോഹിനിയാട്ട വേഷത്തിന് കടപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ്, ബെറ്റി ട്രൂ ജോൺസ് എന്ന് പറഞ്ഞ ഒരു റിസർച്ച് സ്കോളർ കലാമണ്ഡലത്തിൽ പഠിക്കുകയുണ്ടായിരുന്നു. അവരുടെ റിസർച്ച് ബുക്കിൽ നിന്നും കിട്ടിയതാണ് ഇത്. അതിൽ 1935 മുതലുള്ള മോഹിനിയാട്ടത്തിൻ്റെ വേഷത്തെക്കുറിച്ച് കാര്യമായി പറയുന്നുണ്ട്. അതായത് ഭരതനാട്യം വേഷത്തിൻ്റെ, ഒന്ന് മുന്നിലേക്ക് പോകും, ഭരതനാട്യം വേഷത്തിൻ്റെ തനിപ്പകർപ്പായിരുന്നു പണ്ടത്തെ മോഹിനിയാട്ട വേഷം. 1960 കാലഘട്ടത്തിലാണ് ബെറ്റി ട്രൂ ജോൺസ് കലാമണ്ഡലത്തിൽ പഠിക്കാൻ വരുന്നത്. അവർ പറഞ്ഞു കേട്ടതിൽ നിന്നും അന്വേഷിച്ചറിഞ്ഞതിൽ നിന്നും ഉള്ള വിവരങ്ങളാണ് ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 1960 മോഹിനിയാട്ടത്തിൻ്റെ വേഷമാണിത്. 1950 കലാമണ്ഡലം സത്യഭാമ ടീച്ചറൊക്കെ മോഹിനിയാട്ട കളരിയിൽ അവിടെ ചേരുന്നത്. അന്ന് ടീച്ചറുടെ കൂടെ ഒരു ക്ലാര ടീച്ചറും ഉണ്ടായിരുന്നു. ഞാൻ ഇവരെയെല്ലാം പോയി കാണുകയുണ്ടായി. അവർ പറഞ്ഞു കേട്ട വിവരപ്രകാരം ആദ്യ കുറേ കാലഘട്ടത്തിൽ ഭരതനാട്യ വേഷത്തിൽ തന്നെയായിരുന്നു മോഹിനിയാട്ടം ചെയ്തിരുന്നത് ഒരു പ്രോഗ്രാമിൽ. പിന്നീട് അതിനു മുകളിൽ ഒരു വെള്ള സാരി ഉടുത്തുകൊണ്ടായി. പട്ടുപാവാട ഉടുത്തും ഞങ്ങൾ മോഹിനിയാട്ടം ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു. വെള്ള സാരി പിന്നീട് എങ്ങനെയാണ് 1960 ആയപ്പോഴേക്കും ഈ രൂപം പ്രാപിച്ചത് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. അതിനുള്ള ചില അടയാളങ്ങളും കിട്ടിയിട്ടുണ്ട്. ശാന്താറാവു 1960 വേഷം ശ്രദ്ധിക്കൂ, കൃത്യമായിട്ടുള്ള ഒരു ഡ്രസ് കോഡ് മോഹിനിയാട്ടത്തിന് ഉണ്ടായിരുന്നില്ല. 1960 തന്നെ 60 കേരളത്തിൽ സാരി ഒരു പുതിയ വേഷമായി വരുന്നത്. പരിഷ്കൃത സമുദായം ഉപയോഗിക്കുന്ന വേഷവിധാനമായി സാരി കേരളത്തിൽ പ്രചരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഇതുതന്നെയാണ് മോഹിനിയാട്ടത്തിൽ പിന്നീട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഉള്ളിലേക്കിട്ട ഫ്ലീറ്റ്സ് പുറത്തേക്കിടുന്നു, അതിനെ ചന്തം വരുത്തുന്ന ഒരു രൂപം. നിലത്തിഴയുന്ന സാരി തന്നെയാണിത്. ഒരു ഞൊറി കൂടെ ഇവിടെ പിന്നീട് ആഡ് ചെയ്തു. അത് ഈ ഉള്ളിലേക്ക് തിരികെ വെച്ചത് പുറമേക്ക് നീട്ടിയിട്ടതാണെന്നാണ് അന്വേഷണത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. സുഗന്ധി ടീച്ചറാണ് 1969 ഒരു സ്റ്റിച്ച്ഡ് കോസ്റ്റ്യൂം തല ഇവിടെ ചെരിച്ചു കെട്ടുന്ന ഒരു സമ്പ്രദായവുമായിട്ട് ആദ്യമായി അരങ്ങേറുന്നത്. 1970 സുന്ദരനാരായണൻ മാഷുടെ ഒരു ശിഷ്യയാണിത്. അവരുടെ വേഷം ഈ തരത്തിലുള്ളതായിരുന്നു. 2 കാലും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആ പഴയ 1932 എന്ന് പറഞ്ഞ സംഗമ ടീച്ചറെ ഉടുപ്പിക്കാൻ ശ്രമിച്ച ആ വേഷത്തിൻ്റെ ഒരു പരിഷ്കൃത രൂപം. ഇതും സ്റ്റിച്ച്ഡ് കോസ്റ്റ്യൂം തന്നെ. ഇതെല്ലാം 1970s ഒരുപാട് ശാഖകളായി ഇതിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് തോന്നുന്നു. ഇത്രയധികം വെറൈറ്റി ഡ്രസ്സിൽ കാണാൻ കിട്ടുമ്പോൾ. ഇതെല്ലാം സുന്ദരനാരായണൻ മാഷുടെ ശിഷ്യകളാണ്. ലേറ്റ് 70s ഈ ഫോട്ടോ. യൂത്ത് ഫെസ്റ്റിവൽ തുടങ്ങിയതോടുകൂടി മോഹിനിയാട്ടത്തിൻ്റെ ആ കസവിനുള്ള സാങ്കത്യവും വീതിയും ഒക്കെ കൂടി വീണ്ടും വീണ്ടും പളവളപ്പ് കൂട്ടാനുള്ള ഒരു വല്ലാത്ത ഒരു അഭിനിവേശം എല്ലാവരിലും ഉണ്ടായി.
എന്തുകൊണ്ട് മോഹിനിയാട്ട വേഷം മാത്രം അരക്കിന് കീഴ്പോട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഇതിൻ്റെ പുറകോട്ട് പോയത്. കലാമണ്ഡലത്തിൽ MA പഠിക്കുന്ന കാലത്താണ് സത്യഭാമ ടീച്ചറും എല്ലാം ഈ തരത്തിലുള്ള വേഷമേ അല്ല ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് ഞാൻ അറിയുന്നത്. അതെനിക്ക് തികച്ചും പുതുമയുള്ള ഒരറിവായിരുന്നു. ഞാനും നിങ്ങളെപ്പോലെ വിചാരിച്ചിരുന്നത് കാലാകാലമായിട്ടുള്ള ഡ്രസ് കോഡാണ് ഇത് എന്നുള്ളത് തന്നെയാണ്. വിനിത നെടുങ്ങാടി എന്നൊരു നർത്തകി ഉണ്ടായത് ഈ വേഷം ഇട്ടിട്ട് തന്നെയാണ്. പക്ഷേ മറ്റെല്ലാ ആർട്ട് ഫോംസിലും പദചലനങ്ങൾ കൃത്യമായി സമ്മതിക്കപ്പെടുമ്പോൾ മോഹിനിയാട്ടത്തിൽ അരക്കിന് മുകളിലേക്കുള്ള ഭാഗം മാത്രമേ പ്രേക്ഷകരുടെ മനസ്സിൽ കൃത്യമായി പതിയുന്നുള്ളൂ. ഒരു നല്ല ആസ്വാദക എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ഒരു ഇമേജ് അതാണ്. എപ്പോൾ ഏത് ആർട്ട് ഫോം കണ്ട് തിരിച്ചു പോകുമ്പോഴും എൻ്റെ മനസ്സിലുള്ള ആ ഇമേജസ് എന്താണെന്ന് ഞാൻ കൃത്യമായി സൂക്ഷിക്കാറുണ്ട്. ഇത്തരത്തിൽ നോക്കുമ്പോൾ മോഹിനിയാട്ടത്തിൽ മാത്രം അരക്കിന് കീഴ്പോട്ടുള്ള ഒരു നർത്തകീ ഭാവം ഇല്ല. അതായത് പദചലനങ്ങൾ തീരെ മനസ്സിൽ പതിയുന്നില്ല. നൃത്തം ചെയ്യാഞ്ഞിട്ടാണോ? അല്ല. എല്ലാ മോഹിനിയാട്ടം നർത്തകികളും ശുദ്ധനൃത്തം ധാരാളം ചെയ്യുന്നുണ്ട്, പദചലനങ്ങൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്, മെയ് അടവുകൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് വേണ്ട രീതിയിൽ പ്രേക്ഷകരിൽ എത്തുന്നില്ല. അതെന്തുകൊണ്ടാവാം എന്നുള്ള ആലോചനയിലാണ് ഈ ആഹാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും പുറകോട്ട് പോയി ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കാൻ ഉള്ള ഒരു ശ്രമം ആരംഭിച്ചത്. ഈ വേഷത്തിൽ ഞാൻ പ്രധാനമായിട്ടും വിചാരിച്ചത് വർത്തുള ചലനങ്ങളെ ബാലൻസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻസ് ഡ്രസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ശില്പ വിദഗ്ധർ പറഞ്ഞു തന്നതാണ്. അവരുടെ ലൈൻസിൻ്റെ ഒരു ബാലൻസിങ് തിയറി പ്രകാരം പറഞ്ഞു തന്നിട്ടുള്ള ഒരു ശാസ്ത്രീയ വശം വെച്ചിട്ടാണ് ഈ സൈഡിലുള്ള സ്ട്രെയിറ്റ് ലൈൻ, അതുപോലെ എങ്കോണിച്ചു കൊണ്ടുള്ള ലൈൻ, ശരീരത്തിൽ വർത്തുള രേഖകൾ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കെ ഡ്രസ്സിലും അതേ രീതിയിലുള്ള വർത്തുള രേഖകൾ ഉണ്ടാകുമ്പോൾ അത് ഓവർഡൂ ചെയ്യും എന്നും അത് ഒരുപക്ഷെ മടുപ്പിന് കാരണമാക്കാം എന്നും ഉള്ള അവരുടെ ഒരു കണ്ടെത്തൽ ഇതിലേക്ക് സ്വാംശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊന്ന് സൗകര്യമാണ്. ഈ കാല് മൂടിയുള്ള വേഷം പലപ്പോഴും പല ചലനങ്ങൾക്കും വിഘാതം ഉണ്ടാക്കുന്നുണ്ട്. ഇല്ല എന്ന് ഞാൻ ഈ ഒരു വേഷത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒരുപാട് നർത്തകികളുമായി സംസാരിച്ചു. അവരെല്ലാവർക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്താ ചെയ്യുക? നമ്മുടെ വേഷം ഇതാണല്ലോ. അപ്പോൾ നമ്മുടെ വേഷം ഇതാണല്ലോ, എന്താ ചെയ്യുക എന്ന് പറയത്തക്ക വിധം ഒരു പഴമ ഈ വേഷത്തിനില്ല. വള്ളത്തോൾ ഒരു അനിവാര്യ ഘട്ടത്തിൽ പറഞ്ഞതാണ് കഥകളിയുടെ ശ്രീവേഷത്തിലെ ആ വേഷത്തിൻ്റെ ഉടുത്തുകെട്ടിൽ മോഹിനിയാട്ടം അരങ്ങേറട്ടെ എന്ന്. നമ്മുടെ ഈ കാലഘട്ടത്തിലെ സാരി എന്ന വേഷവും കഥകളിയുടെ ശ്രീവേഷത്തിൻ്റെയും ഒരു സമന്വയ രൂപമായി മാറിപ്പോയതാണ് മോഹിനിയാട്ടം ഇതിൻ്റെ ഇന്നത്തെ വേഷം. അല്ലാതെ ഒരു പ്രത്യേകിച്ചൊരു ആലോചനയോ ആ രീതിയിലുള്ള ഒരു വർക്കോ ഇതിലേക്ക് നടന്നിട്ടില്ല. ഒരു ക്ലാസിക്കൽ ആർട്ട് ഫോമിൻ്റെ ഏത് ഭാഗവും ചതുർവിധാഭിനയങ്ങളിലെ ഏതൊന്നാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഫിക്സ് ചെയ്യുന്നതാണ്. അത് ഉരുത്തിരിഞ്ഞ് വരുന്നതാണെങ്കിൽ കൂടിയും അതിലൊരു ചിന്തയുടെ അംശം, ഒരു യുക്തിയുടെ അംശം ഉണ്ടായിരിക്കും. അതാണ് അതിനെ ക്ലാസിക്കലാക്കുന്നതും കാലാകാലം നിലനിർത്തുന്നതും. ഇത്തരത്തിലുള്ള ചില ചിന്തകളാണ് ഈ ഒരു വേഷത്തിൻ്റെ മോഡിഫിക്കേഷന് എന്നെ പ്രേരിപ്പിച്ചത്. ശേവ ടീച്ചർ 2 കൈയും തലയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടി എന്തിനാ ഇത് മാറ്റിയത്? പിന്നെ ടീച്ചറോട് ഞാൻ ചോദിച്ചു, ടീച്ചർ ബുദ്ധിമുട്ടില്ലേ? ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ക്ഷേമ ടീച്ചർ സുഗന്ധി ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി ഈ ചെയ്തത് നന്നായി. 15 വർഷം മുമ്പ് ഞാൻ ഇതിനു വേണ്ടി ഒരുങ്ങിയതാണ്, എനിക്കതിനു വേണ്ടി ഉള്ള ധൈര്യം ഉണ്ടായില്ല. എൻ്റെ സമകാലീനരായ പല നർത്തകരും ഇപ്പോഴവരത് നിഷേധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവരുടെ പേര് എടുത്തു പറയുന്നില്ല. അവരിൽ പലരും
ഈ വേഷം മാറ്റലിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. എന്താണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വേഷമാണെങ്കിലും പഴയ വേഷമാണെങ്കിലും ചെയ്യുന്നത് മോഹിനിയാട്ടമായിരിക്കണം. മോഹിനിയാട്ടം വേഷത്തിൻ്റെ മാത്രം ഒരു സപ്പോർട്ട് കൊണ്ട്, അല്ലെങ്കിൽ ആ വേഷമിട്ട് ചെയ്യുന്നത് എല്ലാം മോഹിനിയാട്ടം എന്ന് ധരിക്കപ്പെടാതിരിക്കട്ടെ. അതുമാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടും പറയാറുള്ളത് ഇതാണ്: നിങ്ങൾ ഞാൻ ഡിസൈൻ ചെയ്ത ഈ വേഷം ഇടണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇതിനുള്ള കാരണങ്ങളും കാര്യങ്ങളും നിങ്ങളെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിത് സൗകര്യപ്രദമാണെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. മറ്റെല്ലാ ആർട്ട് ഫോംസിനും, ഒഡീസിക്കാകട്ടെ, കഥക്കിനാകട്ടെ, ഭരതനാട്യത്തിനാകട്ടെ, 2, 3, 4 കോസ്റ്റ്യൂംസ്, പല രീതിയിലുള്ള ആഹാര്യവുമുണ്ട്. എന്തുകൊണ്ട് മോഹിനിയാട്ടത്തിന് മാത്രം ഈ വേഷമേ പാടുള്ളൂ എന്ന് നമ്മൾ വാശി പിടിക്കണം? വേഷമല്ല കാര്യം. വേഷത്തിനകത്ത് നമ്മുടെ ശരീരം ചെയ്യുന്ന പ്രവൃത്തികൾ ഈ ആർട്ട് ഫോമിനോട് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടോ, അതോ വിദൂരത്താണോ? ഈ ചിന്തയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം നൃത്തം ചെയ്യുക എന്നുള്ളത് ധ്യാനാത്മകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കുള്ള ഒരു അന്വേഷണമാണ്. അതിന് തടസ്സം നിൽക്കുന്നു എൻ്റെ വേഷം എങ്കിൽ അത് മാറ്റേണ്ടതാണ് എന്നെൻ്റെ മനസ്സ് പറയുന്നിടത്തോളം ഞാനത് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ധ്യാനാത്മകമായിട്ടുള്ള അവസ്ഥയിലേക്ക്, ശരീരത്തിന് അപ്പുറത്തേക്കുള്ള ഒരു അനുഭവ തലത്തിലേക്ക് പോകാൻ എന്നെ സഹായിക്കുന്ന വേഷമാണ് ആ നൃത്തത്തിന് അഭികാമ്യം. അത് പഴയതായാലും പുതിയതായാലും ഇതിലെനിക്ക് കാലുകൾക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്, സഞ്ചാര സ്വാതന്ത്ര്യം. അത് എന്നെ ഒരുപാട് കോൺസെൻട്രേഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇത്രമാത്രം. നമ്മുടെ സമയം 5 മിനിറ്റ് കൂടുതലെടുത്തു ഞാൻ. ഇത്രയും നല്ലൊരു വേദി തന്ന IKKF പ്രവർത്തകർക്ക്, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹൃദയരായ നിങ്ങൾക്ക് ഏവർക്കും നിറഞ്ഞ നന്ദി, സ്നേഹം. ആസ്വാദകരുണ്ടെങ്കിലേ കലയുള്ളൂ. ആ കലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, കലയ്ക്ക് മുന്നിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ പ്രണാമം, നന്ദി, നമസ്കാരം. അതിനു മുൻപ് എൻ്റെ പ്രിയ ശിഷ്യരെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ശ്രീമതി അതുല്യ രാകേഷ്, അതുല്യ BCom ബിരുദ പഠനത്തിന് ശേഷം മുഴുവൻ സമയം നൃത്തത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരു നർത്തകിയാണ്. ദൂരദർശൻ ഗ്രേഡഡ് ആർട്ടിസ്റ്റാണ്. സ്വന്തമായി കൊറിയോഗ്രഫീസ് ചെയ്തു തുടങ്ങിയിട്ടുള്ള ഒരു, എനിക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു നർത്തകി. അടുത്തത് മാളവിക രവി മേനോൻ. മാളവിക പൂനെയിൽ ലോ കോളേജ് സ്റ്റുഡൻ്റാണ്, ലോ സ്റ്റുഡൻ്റാണ്. ഒരു ഒഴിവ് കിട്ടിയാൽ ഓടി പാലക്കാട്ടേക്ക് വരും. മാളുവിൻ്റെ മനസ്സ് മുഴുവനും പാലക്കാട് ഞങ്ങളുടെ കളരിയിലാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അച്ഛനും അമ്മയ്ക്കും വേണ്ടി ലോ പഠിക്കുന്നു. 2 കൊല്ലം എങ്ങനെയെങ്കിലും മാളു വർക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ പൂർണ്ണമായും നൃത്തത്തിലേക്ക് തിരിയാനാണ് മാളുവിൻ്റെ ഉദ്ദേശം. അതിന് ജഗദീശ്വരൻ സഹായിക്കട്ടെ. കാരണം അത്രയും സമർപ്പണവും അധ്വാനവും ഉള്ള കുട്ടികളാണ് ഇവർ 2 പേരും. ഇന്നത്തെ കാലത്തിൽ കാണുന്നത് പോലെ അംഗീകാരങ്ങൾക്കും പ്രശസ്തിക്കും പിന്നാലെ പോകാനല്ല, അവരുടെ കയ്യിലുള്ള കല എത്രത്തോളം തേച്ചു മിനുക്കാം എന്നുള്ളതിലാണ് 2 പേർക്കും ശ്രദ്ധ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോലുള്ളവരുടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രോത്സാഹനവും ഇവർക്ക് 2 പേർക്കും എന്നും ഉണ്ടായിരിക്കണം. പക്കം വായ്പാട്ട് പരിചയപ്പെടുത്തേണ്ടതില്ല. മധുവേട്ടൻ, കോട്ടിക്കൽ മധു. ബിജു എടപ്പാൾ. ബിജു ഞങ്ങളുടെ കളരിയിലെ സ്റ്റാഫാണ്. മൃദംഗം വായിക്കുന്നത് കല്ലേക്കുളങ്ങര ഉണ്ണികൃഷ്ണൻ. ബാലമുരളികൃഷ്ണ അടക്കമുള്ള പല പ്രഗത്ഭരായവർക്കും സംഗീത കച്ചേരികൾക്ക് വായിക്കുന്ന ആളാണ് കല്ലേക്കുളങ്ങര ശ്രീ ഉണ്ണികൃഷ്ണൻ.
വയലിൻ ശ്രീ സുരേഷ് അമ്പാടി. സുരേഷ് ഏട്ടൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹോബിയാണ് വയലിൻ വായന. ഇതിൽ മതിമറക്കുന്ന ഒരാൾ, മനസ്സ് മുഴുവനും നേരത്തെ പറഞ്ഞതുപോലെ ജീവിതോപാധി അതാണെങ്കിലും മനസ്സ് മുഴുവനും കലയിലേക്ക് ഇട്ടിട്ടുള്ള വ്യക്തിത്വം. ശ്രീ രാജേഷ് ആണ് അടുത്തത്. രാജേഷ് അഹമ്മദാബാദിൽ മൃണാളിനി സാരാഭായിയുടെ ട്രൂപ്പിലായിരുന്നു. അതിനു മുൻപ് എന്നോടൊപ്പം വളരെ കാലം വർക്ക് ചെയ്ത ഒരു ശീലം കൂടെ ഞങ്ങൾക്കുണ്ട്. വീണ്ടും തിരിച്ച് ഞങ്ങളുടെ കളരിയിലേക്ക് തന്നെ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പുല്ലാങ്കുഴൽ, കുറുങ്കുഴൽ, നാദസ്വരം വായനക്കാരനാണ്. വളരെ പ്രഗത്ഭനായിട്ടുള്ള ഈ കലാകാരന്മാരുടെ എല്ലാം സഹായമില്ലെങ്കിൽ ഈ നട്ടുച്ച നേരത്ത് നിങ്ങളെ ഇത്രയും നേരം പിടിച്ചിരുത്താൻ എനിക്കാവുമായിരുന്നില്ല. നമസ്കാരം. മനസ്സ് നിറഞ്ഞുകൊണ്ട് തന്നെയാണ് തീർച്ചയായും നമ്മൾ ഈ വേദിയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. മോഹിനിയാട്ടത്തിൻ്റെ വ്യാകരണത്തെക്കുറിച്ചും അതിൻ്റെ ആവിഷ്കാര രീതിശാസ്ത്രത്തെക്കുറിച്ചും അതിൽ കാലാനുസൃതമായി വന്നുകൊണ്ടിരിക്കുന്ന പരിണാമങ്ങളെക്കുറിച്ചുമൊക്കെ ഒരുപാട് പുതിയ അറിവുകൾ നമുക്ക് നൽകി. ഓരോരുത്തരുടെയും മനസ്സിലിപ്പോൾ ഒരുപാട് ചോദ്യങ്ങളായും ഉണ്ടായിരിക്കുക എന്നെനിക്കറിയാം. ഞാൻ ഉൾപ്പെടെ കുറേയേറെ ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് മുന്നിലിരുന്നത്. നമുക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനകത്ത് പൂർത്തീകരിക്കേണ്ടതുള്ളത് കൊണ്ട് ഇതുവരെ അവസാനിപ്പിക്കാൻ അനുവദിക്കുകയായിരുന്നു. എന്തായാലും ഇത്രയേറെ വിജ്ഞാനപ്രദമായ ഈ ക്ലാസ് അവതരിപ്പിച്ച ശ്രീമതി വിനീതയോട് നിറഞ്ഞ മനസ്സോടെ നമ്മൾ നീണ്ട കയ്യടിയോടെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം അവരെ അനുഗമിച്ച മറ്റ് കലാകാരന്മാർക്കും കലാകാരികൾക്കും കൃതജ്ഞതരമായ കൃതജ്ഞത അറിയിക്കുന്നു. തുടർന്ന് വേദിയിൽ നടക്കുന്നത് നമ്മൾ വളരെയേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഗോപി ആശാൻ നായക വേഷത്തിൽ രംഗത്ത് വരുന്ന രുക്മാംഗചരിതം കഥയാണ്. മണ്ഡപപ്പള്ളി ഇട്ടിയാരിശി മേനോൻ എന്നൊരു അപ്രശസ്തനായ കവിയാണ് 2 മികച്ച ആട്ടക്കഥകൾ നമുക്ക് തന്നിട്ടുള്ളത്. 2 ഭാഗവത കഥകൾ, സന്താനഗോപാലവും രുക്മാംഗത ചരിതവും. രുക്മാംഗത ചരിതം എഴുതിയ ഈ കവിയുടെ മറ്റൊരു ആട്ടക്കഥയല്ലാതെ മറ്റൊരു സാഹിത്യകൃതിയും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ 2 ആട്ടക്കഥ കൊണ്ട് ചിരപ്രതിഷ്ഠ നേടിയ കവി എന്ന രീതിയിലായിരിക്കണം തീർച്ചയായും കൊച്ചി സ്വദേശിയായ മണ്ഡപപ്പള്ളി ഇട്ടിയാരിശി മേനോൻ എക്കാലത്തും മലയാളത്തിൻ്റെ ഹൃദയത്തിൽ ഓർമ്മിക്കപ്പെടുക അല്ലെങ്കിൽ അടയാളപ്പെടുക എന്നെനിക്ക് തോന്നുന്നു. ഏകാദശി മാഹാത്മ്യം വിശദീകരിക്കുന്ന കഥയാണ് രുക്മാംഗത ചരിതം. ഒരു പൂർവ്വകഥയുണ്ട്. ആ പൂർവ്വകഥ പലപ്പോഴും മോഹിനിയുമായുള്ള ആട്ടത്തിൻ്റെ സന്ദർഭത്തിൽ മനോധർമ്മ ആവിഷ്കാരത്തിൻ്റെ രീതിയിൽ അവതരിപ്പിക്കപ്പെടാറുമുണ്ട്. രുക്മാംഗതൻ്റെ മനോഹരമായ ഉദ്യാനത്തിൽ ദിവസവും ദേവസ്ത്രീകൾ വന്ന് പുഷ്പങ്ങൾ അപഹരിക്കുന്നു. ഇത് അപഹരിക്കുന്നത് ആരാണ് എന്ന് തിരിച്ചറിയാനായി ഒരു രാത്രി കാവലിരിക്കുന്നു. പുഷ്പം പറിക്കാനായി ദേവസ്ത്രീകൾ വിമാനത്തിൽ വന്നിറങ്ങി പുഷ്പങ്ങൾ ശേഖരിക്കുന്നതിനിടയിൽ അവർ വിമാനത്തിൽ കയറിയപ്പോൾ ആ വിമാനം കൈകൊണ്ട് രുക്മാംഗതൻ തടയുന്നു. ഒരു മനുഷ്യൻ്റെ കരത്തിൻ്റെ സ്പർശം ഏറ്റതോടുകൂടി വിമാനത്തിന് ആകാശത്തിലേക്ക് ഉയരാൻ കഴിയാതെയാവുന്നു. ദേവസ്ത്രീകൾ അല്ലെങ്കിൽ ദേവന്മാരുടെ കോപം രാജാവിൻ്റെ മേൽ പതിക്കും എന്നൊരു ഘട്ടം വരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് വൈകുണ്ഠ ഏകാദശി ദിവസമാണ്. ഇന്നേ ദിവസം ഭക്ഷണം കഴിക്കാതെ ഏകാദശി വ്രതം നോറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സ്പർശം ദൈവസ്പർശത്തിന് തുല്യമായതുകൊണ്ട് വിമാനത്തിൻ്റെ ഈ ശാപം അല്ലെങ്കിൽ ഈ പാപം തീരും. ആ പ്രദേശത്ത് ഭക്ഷണം കഴിക്കാത്തവരാരും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് വൃദ്ധയായ ഒരു ദരിദ്ര സ്ത്രീയാണ്. ആ സ്ത്രീയുടെ സ്പർശം കൊണ്ടാണ് വിമാനത്തിന് ഉയരാനായത്. അന്നു മുതൽ രാജാവ് വിളംബരം ചെയ്യുകയാണ്, ഈ രാജ്യത്തെ എല്ലാവരും ഈ ഏകാദശി കൃത്യമായി നോൽക്കണം എന്ന്. ആ ഏകാദശി നോൽക്കുന്ന രാജാവിൻ്റെ ഈ വ്രതനിഷ്ഠ പരീക്ഷിക്കാനോ ഒക്കെയായി
ബ്രഹ്മവാച നിയോഗിച്ചയക്കപ്പെടുന്ന ഒരു മോഹിനിയാണ് ഈ കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രം. പ്രഥമ രംഗം നമ്മൾ കാണുന്നത് നായാട്ടിനായി കാട്ടിലെത്തിയ രുക്മാംഗതൻ്റെ സമീപത്തേക്ക് ഒരു സാരി നൃത്തത്തോടെയാണ് മോഹിനി പ്രവേശിക്കുന്നത്. കല്യാണാങ്കിമാരണിയും എന്നാരംഭിക്കുന്ന ഒരു സാരി. പലപ്പോഴും സാരി എന്ന നൃത്തം പുരുഷ കഥാപാത്രത്തെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള അംഗചലനങ്ങളോട് കൂടിയ നൃത്തം എന്ന രീതിയിലാണ് വിവക്ഷിക്കപ്പെടുന്നത്. നേരത്തെ ശ്രീമതി വിനീത വിശദീകരിച്ചതുപോലെ ഈ ലാസ്യത്തിനകത്ത് ആ രീതിയിലുള്ള സ്ത്രൈണ സൗന്ദര്യത്തെ നിർമ്മിച്ചെടുക്കുന്ന രാസവിദ്യകളൊന്നുമില്ല എന്നതാണ് കഥകളിയുടെ ഒരു ശീലശുദ്ധി എന്ന് ഞാൻ പറയും. ഒട്ടും ആഭാസകരമല്ലാത്ത രീതിയിലാണ് നൃത്തത്തിൻ്റെ രൂപനിർണ്ണയം കഥകളി നിർവഹിച്ചിട്ടുള്ളത്. അത് സാരി നൃത്തത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ആ സാരിക്ക് ശേഷം രുക്മാംഗതൻ്റെ ഒരു പ്രണയാഭ്യർത്ഥന സ്വഭാവം ഉൾക്കൊള്ളുന്ന പദമാണ് മധുരതര കോമളവദനെ. ഏതാണ്ട് കീചകവത്തിലെ ഹരിണാക്ഷിയോട് ആശയപരമായും ഘടനാപരമായും സാദൃശ്യമുള്ള രീതിയിലാണ് ഇട്ടിരാരശ്യമേനോൻ ഈ മധുരതര കോമളവദനെ എന്ന പദം നിർമ്മിച്ചിട്ടുള്ളത്. അതിലെ ബിംബകൽപ്പനകൾക്കും അതെ കീചകവത്തിലെ ഹരിണാക്ഷിയോട് വിദൂരമല്ലാത്ത സാദൃശ്യം നമുക്ക് അനുഭവപ്പെടുക തന്നെ ചെയ്യും. തുടർന്ന് പറയും, പിരിയുന്നത് നിന്നോടിനി മമ മരണാധിക സങ്കടം അറിയുക. ഇനി നിന്നെ പിരിഞ്ഞു പോകുന്നത് എനിക്ക് മരണത്തെക്കാൾ വേദനാകരമാണ്, അതുകൊണ്ട് നീ എന്നോട് ചേർന്ന് വാഴുക എന്ന് മോഹിനിയോട് അഭ്യർത്ഥിക്കുന്നു. മോഹിനി തിരിച്ചു പറയും, എൻ്റെ പ്രിയമൊഴിഞ്ഞ് ഒരു നാളും എന്നോട് അപ്രിയം ചെയ്യുകയില്ല എന്ന് ചെറിയ ഒരു സത്യം അങ്ങ് തരികയാണെങ്കിൽ അങ്ങയുടെ ഭാര്യയായിരിക്കാൻ ഞാൻ സന്നദ്ധയാണ്. അത് സത്യം ചെയ്തു കൊടുക്കുന്നു. തുടർന്ന് ചെറിയൊരു ആട്ടമുണ്ട്. ആ ആട്ടത്തിലാണ് പലപ്പോഴും ഈ കഥ പരാമർശിക്കപ്പെടാറുള്ളത്. ശേഷം തേരിലേറി രുക്മാംഗതനും മോഹിനിയും കൂടി കൊട്ടാരത്തിലേക്ക് അയോധ്യാപുരിയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. രഘുവംശത്തിലെ അയോധ്യാപുരിയിലെ ഒരു രാജാവ് തന്നെയാണ് രുക്മാംഗതൻ. തുടർന്ന് നമ്മൾ കാണുന്ന ബ്രാഹ്മണർ തമ്മിലുള്ള സംഭാഷണമാണ്. അവർ പറയും, മോഹിനിയോടുകൂടി രമിക്കുകയാണ് രാജാവ്, എന്നിട്ടും ഏകാദശി വ്രതത്തിന് യാതൊരു ഭംഗവും വരുത്തിയിട്ടില്ല. അത്ര ശ്ലാഘനീയനാണ് ഈ മഹാരാജാവ്. അവർ ഉടനെ തന്നെ നമുക്ക് അയോധ്യാപുരിയിലേക്ക് പോകാം, ദ്വാദശി ഊണിന് ഇലവയ്ക്കാറായി. ഇതാണ് ആ ബ്രാഹ്മണരുടെ പരസ്പരമുള്ള സംഭാഷണത്തിൻ്റെ ആശയപരമായ ഉള്ളടക്കം. തുടർന്ന് നമ്മൾ കാണുന്നത് ഏകാദശി ദിവസം താൻ വന്ന കാര്യം ഇതുവരെ നിർവഹിക്കാനാവാത്ത കുണ്ഠ്യത്തോടു കൂടി നല്ല സന്ദർഭമാണ് എന്ന് വിചാരിച്ച് മോഹിനി രുക്മാംഗതനെ സമീപിക്കുകയാണ്. സുമശര സുഭഗ ശരീര, എനിക്ക് കാമകേളികൾ ചെയ്ത് ഒട്ടും തന്നെ തൃപ്തി തോന്നുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ തന്നെ അങ്ങ് സഹശയനത്തിനായി എൻ്റെ അടുത്തേക്ക് വരണം. ഇതാണ് അഭ്യർത്ഥന. നിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം, പക്ഷേ ഇന്നല്ല, ഇത് ഭവ്യമായ ഏകാദശി ദിവസമാണ്, നമ്മൾ പലതും വ്രതശുദ്ധിയോടെ പാലിക്കപ്പെടേണ്ടതാണ് എന്ന രീതിയിൽ മുടക്കാൻ രുക്മാംഗത ശ്രമിക്കുന്നു. അപ്പോഴാണ് പുതിയൊരു നിബന്ധന മോഹിനി മുന്നോട്ട് വയ്ക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും കണ്ണിൽ അശ്രു വീഴാതെ സ്വന്തം മകനായ ധർമാംഗതനെ അമ്മയുടെ മടിയിൽ വെച്ച് വധിക്കാമെങ്കിൽ ഈ വ്രതം നോറ്റാൽ. ഇവിടെ തുടർന്നുള്ള ആ രുക്മാംഗതൻ്റെ മനോവ്യഥയും അന്തസംഘർഷവും ഒക്കെ തന്നെയാണ് ഈ കഥയുടെ കാതലായ ഉള്ളടക്കം. ഇവിടെ ഒരു ഭാഗത്ത് ധർമ്മബോധം, മറ്റൊരു ഭാഗത്ത് പുത്രനോടുള്ള വാത്സല്യം. ഈ രണ്ട് വിഷയങ്ങൾ തമ്മിലുള്ള അന്തസംഘർഷത്തിനൊടുവിൽ രുക്മാംഗതൻ്റെ മകനായ ധർമാംഗതൻ സന്ധ്യാബലിയോടുകൂടി ഭാര്യയോടുകൂടി പ്രവേശിക്കുകയാണ്. അങ്ങക്ക് ഇനിയും മക്കളുണ്ടാകും, എന്നാലും വംശത്തിന് ഈ ദുഷ്പേര് അങ്ങ് നൽകരുത്, അതുകൊണ്ട് എന്നെ വധിക്കാൻ അങ്ങ് തയ്യാറാകണം എന്ന് അച്ഛനോട് അഭ്യർത്ഥിച്ച് വാള് കൈ കൊടുക്കുകയാണ്. സന്ധ്യാബലിയുടെ മടിയിൽ കിടക്കുന്ന ധർമാംഗതനെ വെട്ടാനായി ശ്രമിക്കുന്ന രുക്മാംഗതന് വീണ്ടും അത് സാധിക്കുന്നില്ല. അവിടെ ഗോപിയാശാൻ്റെ മനോഹരമായ ഒരു ആട്ടമൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ കാണും ഈ കൈ എന്തെല്ലാം പുണ്യകർമ്മങ്ങൾ ചെയ്ത കൈ, ഈ കൈ കൊണ്ടാണ് സ്വന്തം മകൻ്റെ കഴുത്ത് ഞാൻ അറുക്കുന്നത്. ഈശ്വര, ഇത്ര ഒരു മഹാപാതകം ചെയ്യേണ്ടി വരുന്നുവല്ലോ എന്നർത്ഥം വരുന്ന ഒരു വിലാപമൊക്കെ ഒരു മനോധർമ്മത്തിൻ്റെ രീതിയിൽ ശ്രീ ഗോപിയാശാൻ അവതരിപ്പിക്കാറുണ്ട്. വെട്ടുക തന്നെ എന്ന് തീരുമാനിച്ച് ധൈര്യം അവലംബിച്ച് വെട്ടാൻ ഒരുങ്ങുമ്പോൾ പിന്നിൽ വിഷ്ണു പ്രത്യക്ഷപ്പെടുന്നു. വധിച്ചീടൊല്ല ബാലനെ രസൽ ചാരുകീർത്തെ. ഇതിൻ്റെ ഏകാദശി വ്രതം മുടക്കാനായി ബ്രഹ്മവാച വന്നവളാണ് ഈ മോഹിനി എന്ന് മാത്രമല്ല, അനുഗ്രഹിക്കുന്നത് ഏറ്റവും ഉദാത്തമായ രീതിയിലാണ്. നീ ഇപ്പോൾ തന്നെ മോക്ഷം. സന്ധ്യാബലിയോടുകൂടി രുക്മാംഗതൻ വൈകുണ്ഠത്തിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. കഴിച്ചഭിഷേകം ഇനി വാഴിക്ക കുമാരനെ.
ധർമാംഗതനെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. ഈ ധർമാംഗതനും എൻ്റെ സാലോക്യവും സാരൂപ്യവും ലഭിക്കും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ ഒരു ഭാഗവത കഥ ഭക്തി പര്യവസായിയായി ഭക്തിയെ കേന്ദ്ര പ്രമേയമാക്കി അവലംബിച്ച് രൂപപ്പെടുത്തിയ ഈ കഥ ജനപ്രിയതയോടെ കഥകളി അരങ്ങേറ്റുവാങ്ങിയതാണ്. തീർച്ചയായും ഒരു പച്ചവേഷ കലാകാരന് ഏറ്റവും തീവ്രമായ ഈ ആത്മനൊമ്പരങ്ങളെ രംഗത്ത് അവതരിപ്പിക്കാനുള്ള സന്ദർഭം കഥാപരമായി തന്നെ ലഭിക്കുന്നു എന്നതൊരു ഭാഗത്ത് ഗുണമാണെങ്കിൽ, മനോഹരങ്ങളായ ആലാപന സുഭഗങ്ങളായ പദങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് രുക്മാംഗത ചിരലങ്കഥ. ശ്രീ പത്തിയൂർ ശങ്കരൻകുട്ടിയുടെ ആലാപനവും ഗോപിയാശാൻ്റെ മാർക്കി വിജയകുമാറിൻ്റെ വേഷങ്ങളും ശ്രീ ഉണ്ണികൃഷ്ണൻ ശങ്കരവാര്യർ ഉൾപ്പെടുന്ന വാദക വിദഗ്ധരുടെ മേള അകമ്പടിയും രുക്മാംഗത ചരിതത്തെ ഒരു ഉജ്ജ്വല രംഗ ശില്പമാക്കി മാറ്റും എന്ന പ്രത്യാശയോടെ, എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർ രുക്മാംഗതൻ ശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ, മോഹിനി ശ്രീ മാർക്കി വിജയകുമാർ, ബ്രാഹ്മണർ കലാമണ്ഡലം സോമനും കലാമണ്ഡലം നീരജും, ധർമാംഗതൻ ശ്രീ കലാമണ്ഡലം വിപിൻ, സന്ധ്യാവലി ശ്രീ കലാമണ്ഡലം വിജയകുമാർ, വിഷ്ണു ശ്രീ കലാമണ്ഡലം ആദിത്യൻ. ഇതാണ് കഥ. ശ്രദ്ധാപൂർവം കാണണം എന്ന അഭ്യർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.